മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം പുറത്ത് സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ചുള്ള ചിത്രമാണ് പുറത്തായത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും ചിത്രത്തിലുണ്ട്. ശബരിമലയിൽ പോലീസ് വാഹനത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനില നിന്നു. ഓഫ് റോഡ് ഗുർഗ ജീപ്പാണ് പോറ്റി നൽകിയത്. താക്കോൽ കൈമാറിയ ദിവസം പോലീസ് ആസ്ഥാനത്തെത്തിയ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, അടിമുടി തട്ടിപ്പാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ കാരേറ്റിലുള്ള വീട്ടിലെത്തി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ല ചിത്രം പുറത്ത് വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഓരോ തട്ടിപ്പും അനുദിനം പുറത്ത് വരികയാണ്. ഇപ്പോഴിതാ അദ്ദേഹത്തിന് സർക്കാരിലുള്ള മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പുറത്തു വരുന്നു. DGP റവാഡ ചന്ദ്രശേഖറും ചിത്രത്തിലുണ്ട്. പോലീസിന് വാഹനം നൽകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മനസ്സിലാക്കുന്നത് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് സന്നിധാനത്ത് എത്തുന്നത്. പക്ഷേ അദ്ദേഹം ധനികനായി മാറുന്നു. കോടികളുടെ ആസ്തികൾ, കോടികളുടെ ഇടപാടുകൾ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രജിത്ത്? ശബരിമലയിലേക്ക് പോലീസിന് വാഹനം നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സർക്കാരിലും പോലീസിലുമൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം, മുഖ്യമന്ത്രിയുമായി വളരെ സൗഹൃദ ഭാവത്തിൽ കുശലം പറയുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ സർക്കാരിലും പോലീസിലുമൊക്കെ വളരെ സ്വാധീനമുള്ള ഒരാൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചില പിന്തുണകളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ BJP ഒക്കെ ഉയർത്തിയിരുന്നു. അപ്പോൾ അത് കൂടി ശരിവെക്കുന്നതാണ് ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഒന്നും അറിയാതെ ശബരിമലയിൽ നിന്ന് ഇത്ര സ്വർണം അല്ലെങ്കിൽ അവിടുത്തെ വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു ആരോപണം BJP നേതാവ് V മുരളീധരൻ അടക്കമുള്ളവരും ഉന്നയിച്ചതാണ്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഒത്താശ ചെയ്തു എന്നുള്ള BJPയുടെ ആരോപണം കൂടി ശരിവയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്വാധീന ശക്തി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടെന്ന് കൂടി ചിത്രങ്ങൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും ഒക്കെ അടുപ്പമുള്ള ഒരാൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വാഭാവികമായും ഈ പറയുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ, ശബരിമലയെ വനസമ്പാദനത്തിനുള്ള ഒരു മാർഗമാക്കി മാറ്റിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. അനിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി ശബരിമലയിൽ എത്തുന്നു. പിന്നീട് ശബരിമലയിൽ ഭക്തരുമായി ബന്ധപ്പെട്ട് പലവിധമായ പണപ്പിരിവുകളൊക്കെ നടത്തുന്നു എന്നുള്ള ആ രീതിയിലൂടെ സമ്പന്നനാകുന്നു എന്നതടക്കമുള്ള വസ്തുതകൾ, അതിന് കൂടുതൽ ശക്തി പകരുന്നതാണ് ഈ തെളിവുകൾ. ഈ ജയറാം പ്രജിത്ത്, നോക്കൂ, ഇവിടെ മുഖ്യമന്ത്രിയും അതുപോലെ സംസ്ഥാന പോലീസ് മേധാവിയും പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾ പോലീസിന് വാഹനം കൈമാറുന്നു. മാത്രമല്ല, അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തി എന്നും പറയുന്നു. നോക്കൂ, സ്വാഭാവികമായും മുഖ്യമന്ത്രി, DGP ഇവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വാഹനം കൈമാറുന്ന ആളുടെ പശ്ചാത്തലം എന്താണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കും. അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. ഇപ്പം നോക്കൂ, പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ, ആരാണ് എന്ന് അന്വേഷിക്കാതെ, ഒരു ധനികൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായി അദ്ദേഹം വരുന്നു. ആ ധനികൻ ഒരു വാഹനം കൈമാറുന്നു പോലീസിന്. അപ്പോൾ ആര് സംഭാവന നൽകിയാലും അത് സ്വീകരിക്കും എന്നൊരു സമീപനമാണ് സർക്കാരിനുള്ളത്. മറിച്ച് ആരാണ് ഇത് സമ്മാനിക്കുന്നത്, ആരാണ് ഇത് സംഭാവന ചെയ്യുന്നത് എന്ന് അറിയാനുള്ള ആ ഒരു ഗൃഹപാഠം പോലും സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. സ്പെഷ്യൽ ബ്രാഞ്ചിന്, ഇൻ്റലിജൻസിന് വലിയ വീഴ്ചയല്ലേ സംഭവിച്ചത് പ്രജിത്ത്? അല്ല, അങ്ങനെ വീഴ്ച സംഭവിച്ചതാണോ, അതോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണോ ഇത്തരം പരിപാടികളിലൊക്കെ ഇയാളെ പങ്കെടുപ്പിച്ചത് എന്നുള്ളൊരു ചോദ്യവും ഒരു സംശയവും അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ന് BJP നേതാവ് V മുരളീധരൻ ഉന്നയിച്ചൊരു ആരോപണമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ തീവയ്പ് കേസിലെ പ്രതിയാണ് ഇയാൾ അബ്സ്കോണ്ടിങ് ആണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന എന്നൊരു ആരോപണം BJP നേതാവ് V മുരളീധരൻ ഉന്നയിച്ചത്. അപ്പോൾ അത്തരം ഒരാൾക്കാണ് ഈ ശബരിമലയിലെ സ്വർണം കൈമാറിയത് എന്നുള്ളൊരു ആരോപണം അവിടെ നിലനിൽക്കുന്നു. അത്തരം ഒരാൾ തന്നെയാണ് മുഖ്യമന്ത്രിക്കും DGPക്കും ഒപ്പം ഒരു സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ കയറി ഇറങ്ങിയത് എന്നുള്ളതും ഒരു വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ആ ആരോപണം ഒന്നിന്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം. അത്തരമൊരു ആരോപണം ഉണ്ട് എങ്കിൽ ആ വിഷയങ്ങൾ സ്വാഭാവികമായും ഇന്റലിജൻസ് പരിശോധനയ്ക്കൊക്കെ വിധേയമാകേണ്ടതാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഒന്നുകിൽ ഇത് കൃത്യമായി പരിശോധന നടത്താതെ ഇന്റലിജൻസിനും പോലീസിനും ഒക്കെ ഉണ്ടായത് വലിയ
ഗുരുതര വീഴ്ചകൾ തന്നെയാണ്. അതേസമയം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണോ ഇത്തരം പരിപാടിയിൽ മുഖ്യമന്ത്രിക്കൊപ്പമൊക്കെ ഇയാളെ പങ്കെടുപ്പിച്ചത് എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പോലെ ഒരാൾക്ക് ശബരിമലയിൽ സർവ്വസ്വാതന്ത്ര്യം അനുവദിച്ചത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിക്കടക്കം ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ സ്വാഭാവികമായും സർക്കാർ തലത്തിലും രാഷ്ട്രീയ തലത്തിലും അത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിയുള്ള ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെങ്കിൽ അയാൾക്ക് അയാളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അയാളെ ഇത്തരം പരിപാടികൾക്ക് എത്തിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുറെ കാലമായി ഇയാൾ പണപ്പിരിവുകളടക്കം നടത്തി എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ള പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒക്കെ ആരോപണങ്ങൾ ഈ ഏറ്റവും അവസാന സമയത്താണ് ഇത്തരം ആരോപണങ്ങളൊക്കെ വരുന്നത്. ഇയാൾ കുഴപ്പക്കാരനാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ. അപ്പോൾ ശബരിമലയിൽ നേരത്തെ ഈ പറയുന്ന ആൾക്ക് തന്നെയാണ് അവിടെ സർവ്വസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഭക്തരെ സ്വാധീനിച്ച് അല്ലെങ്കിൽ ഭക്തരെ കബളിപ്പിച്ച രീതിയിലുള്ള പണസമ്പാദനം ഒക്കെ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് അയാൾക്ക് അവിടെ സർവ്വസ്വാതന്ത്ര്യം ഒക്കെ അനുവദിച്ചിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രജിത്ത്, നിലവിൽ സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ച ശ്രീകോവിൽ കവാടമാണുള്ളത്. അത് പോറ്റിയുടെ കവാടമായിട്ടാണ് അറിയപ്പെടുന്നത്. നോക്കൂ, അല്പം മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞത് ദേവസ്വം ബോർഡ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നും പറയുന്നുണ്ട്. ദേവസ്വം ബോർഡ് അറിയാതെ, ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ എങ്ങനെ ഈ പാളി അത് പുറത്തേക്ക് പോയി? അപ്പോൾ അവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് എന്തും അടിച്ചു മാറ്റാം എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ദേവസ്വം ബോർഡിൻ്റെ അറിവില്ലാതെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മിടുക്കനാണ് എന്ന് നമ്മൾ സമ്മതിച്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ അതിനുള്ള സാധ്യതയുണ്ടോ? ദേവസ്വം ബോർഡ് ഇതിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് തന്നെയല്ലേ നിൽക്കുന്നത് പ്രജിത്ത്? ദേവസ്വം ബോർഡിന് അറിവില്ല എന്നുള്ള വിശദീകരണങ്ങൾ ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അനിൽ. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സുരക്ഷയുടെ വിഷയം തന്നെ നോക്കാം. കാരണം ശബരിമല എന്ന് പറയുന്ന ഒരു അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്, പ്രത്യേക സുരക്ഷാ സോണാണ്. സാഹചര്യങ്ങൾ അങ്ങനെ ഇരിക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾ ദേവസ്വം ബോർഡ് അറിയാതെ അവിടെ നിന്ന് ഇതൊക്കെ കൊണ്ടുപോയതെന്ന് പ്രാഥമികമായി പറയുമ്പോൾ പോലും അതൊരു പരിഹാസ്യമായിട്ടുള്ള നിലപാടാണ്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ ഓരോ വസ്തുവകകളെ കുറിച്ചും ഓരോ സ്വർണ്ണമാണെങ്കിലും ശരി, മറ്റെന്താണെങ്കിലും ശരി, എല്ലാം ഭഗവാന്റെ സ്വത്താണ്. അപ്പോൾ ആ ഭഗവാന്റെ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രയവിക്രയങ്ങൾക്കും ബോർഡിന്റെ അനുമതി ഉണ്ടായിരിക്കണം എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് അറിയാതെ ഏതെങ്കിലും കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാലൊന്നും ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ, അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ അറിയാതെ ശബരിമലയിലെ ഇത്ര പ്രധാനപ്പെട്ട വസ്തുവകകൾ, ഇത്ര പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം 99 കാലത്ത് ഇത് ശബരിമലയിൽ ഈ രീതിയിൽ സ്വർണ്ണപ്പാളികൾ പതിപ്പിക്കുന്നതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടുകയും അതൊക്കെ പിന്നുള്ള കാലങ്ങളിലും ഒക്കെ ചർച്ചയായതാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുൻപിലുള്ള ദ്വാരപാലകരുടെ പാളിയായാലും ശരി, അവിടെ ഭഗവാന്റെ ശ്രീകോവിലിന്റെ വാതിലിൽ പതിപ്പിക്കുന്ന സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, ഇത്തരം കാര്യങ്ങളിലൊക്കെ സംസ്ഥാന ദേവസ്വം വകുപ്പും സംസ്ഥാന ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ അറിയാതെ ഇത്തരം കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും സാധ്യമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മറച്ചു പിടിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥരുടെ മുകളിലേക്ക് അത് ചാർത്തി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ അവതാരത്തിന്റെ മുകളിലേക്ക് മാത്രമായി ആ പഴി തള്ളിക്കളയിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർ നടത്തുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അനിൽ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വാഹനം വാങ്ങി അത് സംസ്ഥാന പോലീസിന് കൈമാറിയത്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ചുള്ള ചിത്രമാണ് പുറത്തായത്. റവാഡ ചന്ദ്രശേഖറും ഈ ചിത്രത്തിലുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ശബരിമലയിൽ പോലീസ് വാഹനത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനില നിന്നു എന്നുള്ളതാണ്. പ്രജിത് മോഹനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.